നിങ്ങളുടെ കഴിവ്, നിങ്ങളുടെ സമയം, ഇത് രണ്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇത് രണ്ടും നിങ്ങൾക്ക് നന്നായി വിനിയോഗിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിന് വലിയൊരു ഭാരം അനുഭവപ്പെടാം. നിങ്ങളെക്കൊണ്ട് ആർക്കും ഒരു പ്രയോജനം ഉണ്ടാകുന്നില്ലല്ലോ, നിങ്ങൾക്ക് പോലും നിങ്ങളുടെ ജീവിതം കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാകുന്നില്ലല്ലോ എന്നുള്ളൊരു ചിന്ത ഉണ്ടാവാം. ഇത് നിങ്ങളെ ചിലപ്പോൾ കുറ്റബോധത്തിലേക്കോ നിരാശയിലേക്കോ അല്ലെങ്കിൽ വല്ലാത്ത ഒരു ഭാരത്തിലേക്കൊക്കെ നിങ്ങളെ, ഒരു മനസ്സിൻ്റെ ഭാരം അതിലേക്കൊക്കെ നിങ്ങളെ എത്തിക്കാം. ഇത് ഒരുപാട് പേർ നേരിടുന്ന ഒരു പ്രശ്നമാണ്. കഴിഞ്ഞ ഒരു ദിവസം എൻ്റെ ഒരു സുഹൃത്തോടെ ഞാൻ സംസാരിക്കുകയായിരുന്നു. അപ്പോൾ അവൾ പറഞ്ഞൊരു കാര്യം, എനിക്ക് ധാരാളം കഴിവുകളുണ്ട്, ചെറുപ്പം മുതലേ ഒരുപാട് കഴിവുകൾ തിരിച്ചറിഞ്ഞ ആളാണ് ഞാൻ. പക്ഷേ അതൊന്നും എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ജോലിയിൽ, എൻ്റെ ബന്ധങ്ങളൊന്നും എനിക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നില്ല. അതിൽ അവൾ വല്ലാതെ വിഷമിച്ചിരിക്കുന്നതായിട്ട് മനസ്സിലായി. ഇത് അവളുടെ മാത്രം ഒരു അവസ്ഥയല്ല, ഒരുപാട് പേര് നേരിടുന്ന ഒരു ബുദ്ധിമുട്ടാണിത്. വാസ്തവത്തിൽ ഇത് വളരെ എളുപ്പത്തിൽ നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ നല്ല രീതിയിൽ പരിഹരിക്കാൻ പറ്റുന്നൊരു പ്രശ്നം കൂടെയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ചില വിഷയങ്ങളുണ്ട്. നമുക്ക് നമ്മുടെ സമയം, നമ്മുടെ കഴിവ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് അതിൻ്റേതായ ഒരു ഐഡിയ ഒക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ വിട്ടുകളയുന്ന ചില കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒട്ടും പ്രാധാന്യം കൊടുക്കാത്ത ചില കാര്യങ്ങൾ. അതിലൊന്നാമത്തെ കാര്യം നമ്മുടെ അവസരങ്ങളാണ്. ഒന്ന് നമുക്ക് നോക്കാം. കഴിഞ്ഞ ഒരു 10 വർഷത്തേക്ക് എടുത്തേ, എന്തോരം അവസരങ്ങളാണല്ലേ. നമുക്ക് നമ്മുടെ ലോകത്തിൽ നമ്മുടെ കഴിവ് തെളിയിക്കാൻ ഒരുപാട് അവസരങ്ങളുണ്ട്. ഇതുവരെയും ഒരുപക്ഷെ ലോക ചരിത്രത്തിൽ ഉണ്ടാകാത്തത്ര അവസരങ്ങൾ നമ്മുടെ ഡിജിറ്റൽ മീഡിയ, അതുപോലെ സോഷ്യൽ മീഡിയ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വെച്ചിട്ടുണ്ട്. നമുക്ക് നമ്മുടെ പെർഫോമൻസും കഴിവുകളൊക്കെ തെളിയിക്കാൻ അവസരങ്ങളുണ്ട്. പക്ഷേ ഈ അവസരങ്ങളെപ്പറ്റി നമുക്ക് ഒരു ഐഡിയ ഇല്ല, അവസരങ്ങളെപ്പറ്റി നമ്മൾ ചിന്തിക്കുന്നില്ല, അവസരങ്ങൾ നമ്മൾ കണ്ടെത്താൻ വേണ്ടി ട്രൈ ചെയ്യുന്നില്ല. അതുകൊണ്ട് ഇതിനുള്ള പരിഹാരത്തിൻ്റെ ഒന്നാമത്തെ കാര്യം, നമുക്ക് ഏതൊക്കെയാണ് അവസരങ്ങൾ, നമ്മുടെ കഴിവ് തെളിയിക്കാൻ പറ്റുന്ന അവസരങ്ങളെപ്പറ്റി നമുക്കൊരു ഐഡിയ ഉണ്ടാവണം. അതിനെപ്പറ്റി നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കണം, നമ്മളത് ഐഡൻറ്റിഫൈ ചെയ്യണം. ഞാനൊരു ഉദാഹരണം പറയാവേ. നന്നായി കുക്ക് ചെയ്യുന്ന, നന്നായിട്ട് പാചകം ചെയ്യുന്ന ഒരു വീട്ടമ്മ, അവർ വലിയ പ്രൊഫഷണലായ കുക്കൊന്നുമല്ല, പക്ഷേ അവർക്ക് നല്ല കഴിവുണ്ട്. അവർ വളരെ നന്നായിട്ട് അവരുടെ ജീവിത പങ്കാളിക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി അവർ കുക്ക് ചെയ്യും. അവരുടെ ഈ കഴിവ് നന്നായി ഡെവലപ്പ് ചെയ്യാൻ, പ്രയോജനപ്പെടുത്താൻ ധാരാളം അവസരങ്ങളാണ് ഇന്ന് ഡിജിറ്റൽ മീഡിയയിലുള്ളത്. ഉദാഹരണമായിട്ട് അവർക്ക് അവരുടെ കുക്കിങ് ഒന്ന് ഷൂട്ട് ചെയ്ത് അവരുടെ ഫോണിൽ, എല്ലാവർക്കും ഉണ്ട് ഫോണല്ലേ, ആ ഫോണിൽ ഒന്ന് ഷൂട്ട് ചെയ്ത് യൂട്യൂബിലോ അല്ലെങ്കിൽ ഇൻസ്റ്റ, ഫേസ്ബുക്ക് അതിലൊക്കെ ഷോർട്സ് ആയിട്ട്, വീഡിയോ ഒക്കെ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്രയോ ഫോളോവേഴ്സ് ഉണ്ടാവും. എത്രയോ നന്നായിട്ട് അവരുടെ കഴിവ് പ്രയോജനപ്പെടുത്താൻ വേണ്ടി സാധിക്കും. അങ്ങനെ കഴിവ് പ്രയോജനപ്പെടുത്തി വളരെ നല്ല രീതിയിൽ ജീവിക്കുന്ന എത്രയോ വ്യക്തികളുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ അവസരങ്ങളെ തിരിച്ചറിയണം. അവസരങ്ങൾ ധാരാളമുണ്ട്, നമ്മളത് തിരിച്ചറിയണം. അവസരങ്ങൾ നമ്മളെ തേടി നമ്മളെ പുഷ് ചെയ്യൊന്നുമില്ല. നമ്മൾ അവസരങ്ങളെ കണ്ട് മനസ്സിലാക്കി അവിടെ നമ്മൾ പ്രയോജനപ്പെടുത്തണം. അതിലാണ് നമ്മുടെ കഴിവിരിക്കുന്നത്. അതുകൊണ്ട് അവസരങ്ങളെ തിരിച്ചറിയുക എന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. നമ്മുടെ കഴിവുകൾ പ്രയോജനപ്പെടുത്താൻ സാധിക്കാത്തതിൻ്റെ രണ്ടാമത്തെ കാരണം, നമുക്ക് കൃത്യമായ പദ്ധതിയില്ല അല്ലെങ്കിൽ ഒരു പ്ലാനില്ല എന്നതാണ്. നമുക്ക് നമ്മുടെ കഴിവിനെ പറ്റിയൊക്കെ നല്ല ഐഡിയ ഉണ്ട്, അവസരങ്ങളെ നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. പക്ഷേ ഈ അവസരങ്ങളെ എങ്ങനെ പ്രയോജനപ്പെടുത്തണം, അതിനൊരു കറക്റ്റായ ഒരു ഇൻ്റലിജൻ്റായ പ്ലാൻ ഉണ്ടാവണം. ഈ പ്ലാൻ ഇല്ലെങ്കിൽ തീർച്ചയായും നമ്മൾ അവസരം തിരിച്ചറിഞ്ഞിട്ടും കഴിവുണ്ടായിട്ടും കാര്യമില്ല, അത് പ്രാക്ടിക്കലാവില്ല. ഞാൻ ഉദാഹരണം പറയാം. നിങ്ങൾ ഒരു നല്ലൊരു ആർട്ടിസ്റ്റ് ആണെന്ന് കരുത്, വളരെ മനോഹരമായിട്ട് പെയിൻറ്റ് ചെയ്യും. ഈ പെയിൻറ്റിങ്ങുകൾ വാങ്ങാനായി ആൾക്കാരുണ്ട്, ഒരുപാട് ആൾക്കാർക്ക് അതിൽ താല്പര്യമുണ്ട് നല്ല പെയിൻറ്റിങ്ങുകൾ വാങ്ങിക്കാനായിട്ട്. അതാണ് നമ്മുടെ അവസരം. പക്ഷേ ഈ അവസരം എങ്ങനെ പ്രയോജനപ്പെടുത്തണം, അതിനെപ്പറ്റി പ്ലാൻ ഉണ്ടാവണ്ടേ. എവിടേക്കാണ്, ആരൊക്കെയാണ് വാങ്ങാൻ സാധ്യതയുള്ളവർ, അവരിലേക്ക് എങ്ങനെ എത്തിപ്പെടാം, അങ്ങനെ ഒരു പ്ലാൻ നമുക്കുണ്ടാവണം. ഇങ്ങനെ പ്ലാൻ ഇല്ലെങ്കിൽ അവസരം തിരിച്ചറിഞ്ഞിട്ടും കാര്യമൊന്നുമില്ല അല്ലേ. ഇതാണ് സംഭവം, നമുക്കൊരു പ്ലാൻ ഉണ്ടാവണം. നമ്മുടെ കഴിവുകൾ വേണ്ട വിധം പ്രയോജനപ്പെടുത്താൻ സാധിക്കാത്തതിൻ്റെ മൂന്നാമത്തെ കാരണം, നമുക്ക് സമയം വേണ്ട വിധം വിനിയോഗിക്കാൻ സാധിക്കുന്നില്ല എന്നതാണ്. നിങ്ങൾ ചരമക്കോളം കാണാറില്ലേ, അവിടെ നമുക്കൊരു കാര്യം നോട്ടീസ് ചെയ്യാൻ പറ്റും. അവിടെ ഒരു ഇയർ ഓഫ് ബർത്ത് ഉണ്ട്, പിന്നെ ഹൈഫൺ ഉണ്ട്, പിന്നെ അവിടെ ഒരു ഇയർ ഓഫ് ഡെത്ത് ഉണ്ട്. അതിൻ്റെ ഇടയ്ക്കുള്ള ഹൈഫനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. എന്താണ് ഹൈഫൺ? അത് നമ്മുടെ ജീവിതമാണ്. അത് ജസ്റ്റ് ഒരു വരയല്ല, അത് ആ വ്യക്തിയുടെ ജീവിതമാണ്. നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മൾ ജനിച്ച സമയം മുതൽ ആ ഒരു മിനിറ്റ് മുതൽ നമ്മൾ മരിക്കുന്ന സമയം വരെയുള്ള വർഷങ്ങളും മാസങ്ങളും ദിവസങ്ങളും മണിക്കൂറുകളൊക്കെയാണ്. നമുക്ക് ചുരുങ്ങിയ സമയം മാത്രമേ ഉള്ളൂ. ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ആകപ്പാട് 24 മണിക്കൂറുള്ളൂ. അതിനിടയ്ക്ക് നമുക്ക് കിടന്നുറങ്ങണം, നമ്മുടേതായ കാര്യങ്ങളുണ്ട്. ഇതിനിടയ്ക്ക് നമ്മുടെ കാര്യങ്ങൾ നടക്കണം, നമ്മുടെ കഴിവുകൾ പ്രയോജനപ്പെടുത്താനുള്ള കാര്യങ്ങൾ നമുക്ക് നടത്തണം. ഇവിടെയാണ് നമുക്ക് ടൈം കറക്റ്റായി നമുക്ക് സ്കെഡ്യൂൾ ചെയ്യാൻ വേണ്ടി സാധിക്കണം. ഉദാഹരണമായിട്ട് ടൈം ബ്ലോക്കിംഗ് എന്ന് പറയുന്നൊരു സംഭവം ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ടൈം ബ്ലോക്കിംഗ് എന്ന് പറഞ്ഞാൽ
ഒരു ടൈം മാനേജ്മെൻറ്റിൻ്റെ ഒരു ടെക്നിക്കാണ്. നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം പല ടാസ്കുകളായിട്ട് വേർതിരിച്ചിട്ട് ഓരോ പ്രധാനപ്പെട്ട ടാസ്കിനും ഒരു ടൈം ഇടുകയാണ്, ഒരു ബ്ലോക്ക് ഓഫ് ടൈം അല്ലെങ്കിൽ ഒരു ടൈം ഫ്രെയിം ഇടുകയാണ്. ആ സമയത്ത് ആ ഒരു ടാസ്കിൽ മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ കഴിവ് പൂർണ്ണമായും ആ ഒരു ടാസ്കിൽ പ്രയോജനപ്പെടുത്താൻ വേണ്ടി സാധിക്കും. ഇങ്ങനെ ഓരോ കാര്യങ്ങളും നമുക്ക് ടാസ്കുകളായിട്ട് വേർതിരിച്ച് കൃത്യമായ ടൈം ഫ്രെയിമിൽ നമുക്കതിനെ പൂർത്തീകരിക്കാൻ വേണ്ടി സാധിക്കും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. നമുക്ക് ടൈം കൃത്യമായി മാനേജ് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ, നമുക്കതിനെ കൃത്യമായിട്ട് ടൈം പ്ലാൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ, നമ്മുടെ കഴിവുകളോ അവസരങ്ങളോ എത്ര പദ്ധതികളോ ഉണ്ടായാലും ഇതിലൊന്നും ഒരു കാര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് നമ്മൾ മാനേജ് ചെയ്യേണ്ടത്. നമുക്കതിന് സഹായകരമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ മൊബൈലിൽ പോലും നമ്മുടെ ഗൂഗിൾ കലണ്ടർ എന്ന് പറയുന്ന സംഭവമുണ്ട്. എത്ര പേര് അതിനെ നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. നമുക്കതിൽ നോക്കിക്ക് ഓരോ ദിവസവും അതിനെ മണിക്കൂറുകളായിട്ട് വേർതിരിക്കുന്നുണ്ട്. അതിനകത്ത് നമുക്ക് ടു ഡു ലിസ്റ്റുകൾ എഴുതാൻ വേണ്ടി നമുക്ക് സാധിക്കും. നമുക്ക് വേണ്ട കാര്യങ്ങൾ നമുക്കതിൽ നോട്ട് ചെയ്യാൻ പറ്റും. അതിൽ നമുക്ക് റിമൈൻഡർ കിട്ടും. നമ്മളെ സഹായിക്കാനുള്ളൊരു സംഭവമാണ് ഗൂഗിൾ കലണ്ടർ. അതുപോലെ ടാസ്ക് മാനേജർ ഉണ്ട്. ഒരുപാട് നല്ല ആപ്ലിക്കേഷൻസ് ഉണ്ട് നമുക്ക് ടാസ്കുകൾ ചെയ്യുന്നതിനൊക്കെ സമയബന്ധിതമായിട്ട്. അതുകൊണ്ട് നമ്മുടെ കഴിവുകളെ, അവസരങ്ങളെ, നമ്മുടെ പദ്ധതികളെ കൃത്യമായ ടൈം ഫ്രെയിമിൽ പൂർത്തീകരിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ കഴിവുകൾ പ്രയോജനപ്പെടുത്തുന്നതിൽ. നമ്മുടെ കഴിവുകൾ പ്രയോജനപ്പെടുത്താൻ സാധിക്കാത്തതിൻ്റെ നാലാമത്തെ പ്രധാനപ്പെട്ട കാരണം നമുക്ക് കൺസിസ്റ്റൻസി ഇല്ല, അല്ലെങ്കിൽ സ്ഥിരമായ പരിശ്രമമില്ല എന്നതാണ്. നമ്മൾ കുറച്ച് ദിവസത്തെ മോട്ടിവേഷനും കുറച്ച് ദിവസത്തെ ഒരു പരിശ്രമമൊന്നും പോരാ. നമുക്കൊരു ഹാബിറ്റ് ഫോം ആവണം. നമ്മുടെ കഴിവുകൾ കൃത്യമായിട്ട് നമുക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കണമെങ്കിൽ ഒരു പാറ്റേണിലാവണം നമ്മുടെ ലൈഫ്. നമുക്ക് പല കാര്യങ്ങളും നമുക്ക് സ്ഥിരമായി നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കണം. അല്ലാതെ ഒരു ദിവസത്തെ അല്ലെങ്കിൽ ഒരു കുറച്ച് ദിവസത്തെ ആവേശമൊന്നും അതിന് മതിയാവില്ല. ഇത് നമുക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, സ്ഥിരമായ പരിശ്രമം. ഞാൻ ഈ പറഞ്ഞ 4 കാര്യങ്ങളും ഒരു പക്ഷേ നിങ്ങൾ ആദ്യമായിട്ടൊന്നും ആയിരിക്കില്ല കേൾക്കുന്നത്. പലതവണ പല സ്ഥലങ്ങളിൽ ഇതുപോലെ പലതും നിങ്ങൾ കേൾക്കുന്നുണ്ടാവും. ഇതൊന്നും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളും അല്ല. പക്ഷേ ഇതൊന്നും ചെയ്യാതെ നമുക്ക് വളരെ നിസ്സാരമായ ഈ കാര്യങ്ങൾ പോലും ചെയ്യാതെ നമ്മളിങ്ങനെ വിഷമിച്ചിരുത്തിയിട്ട് കാര്യമൊന്നുമില്ല. എൻ്റെ സമയം ഒന്നും ഒരു ഗുണമാവുന്നില്ല, അല്ലെങ്കിൽ കഴിവൊന്നും പ്രയോജനപ്പെടുന്നില്ല, ഇങ്ങനെയൊക്കെ ആലോചിച്ച് വിഷമിച്ചിരുത്തിയിട്ട് കാര്യമൊന്നുമില്ല. നമ്മളത് പരിഹരിക്കാനുള്ള ഒരു സ്റ്റെപ്പെങ്കിലും നമ്മൾ എടുക്കണം. നമ്മുടെ അടുത്ത് നിന്ന് ഒരു പരിശ്രമം ഉണ്ടാവണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട വേറൊരു പോയിൻ്റ് ഉണ്ട്. ഒരു പക്ഷേ ഈ ഒരു ചിന്ത, എൻ്റെ കഴിവ് എനിക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റുന്നില്ല, ലൈഫ് മുഴുവനും ഇങ്ങനെ വേസ്റ്റായി പോവുകയാണ്, നമ്മുടെ സമയത്തെപ്പറ്റിയുള്ള വളരെ അമിതമായ ഒരു കൺസേൺ, ഇതൊക്കെ ചിലപ്പോൾ നമ്മുടെ മനസ്സിനെ ഒരുപാട് ബാധിക്കുന്നുണ്ടെങ്കിൽ അത് ചില മെൻ്റൽ ഹെൽത്ത് കണ്ടീഷൻ്റെയും ഭാഗമായിട്ട് ചിലപ്പോൾ സംഭവിക്കാം. അതായത് ഇത്തരം ചിന്തകൾ നിങ്ങളുടെ അനുദിന ജീവിതത്തെ, നിങ്ങളുടെ കഴിവിനെപ്പറ്റി, സമയത്തെപ്പറ്റിയുള്ള അമിതമായ ടെൻഷൻ, അമിതമായ വിഷാദം, അമിതമായ ചിന്തകൾ നിങ്ങളുടെ അനുദിന ജീവിതത്തെ, ബന്ധങ്ങളെ ഒക്കെ ബാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും നിങ്ങളൊരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ കാണണം. അവിടെ നമ്മൾ യൂട്യൂബ് വീഡിയോ ആയിട്ട് ഇരിക്കരുത്. നിങ്ങൾ തീർച്ചയായിട്ടും ഒരു തെറാപ്പിസ്റ്റിനെ കാണണം. അവർക്ക് നിങ്ങളെ തീർച്ചയായിട്ടും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ, നമുക്ക് വീണ്ടും കാണാം. ബൈ.